ചില അമ്മമാർ സുഖമില്ലാതെ നിന്നിട്ട് ആ കുഞ്ഞിന് സ്വന്തം മുലകൊടുത്ത് വളർത്തിയ കഥ പോലും എനിക്കറിയാം. അത്രയ്ക്കും സ്നേഹത്തോടെയാണ് അന്നത്തെ കാലം. ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്, പക്ഷേ ഡെമൻഷ്യ വന്നു. ഞാൻ എന്താ ചെയ്യാന്നറിയുന്നില്ല. ചിലപ്പോൾ ഇറങ്ങിപ്പോവും. എനിക്കറിയാവുന്ന ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത വീട്ടിലെ ഞാൻ ആ വീട്ടിൽ പോവാൻ നമ്മൾ അറിയുക പോലുമില്ല. ചിലപ്പോൾ പിക്കളയും. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരോട് കമ്പനിയാവുമ്പോൾ നമ്മൾ കുറെ കൂടെ ഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത്. നമസ്കാരം. വർമ്മ കോർപ്പറേഷൻ്റെ പോഡ്കാസ്റ്റിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം അനിത വർമ്മ, ഹോസ്റ്റ് ഓഫ് ദി പ്രോഗ്രാം. വർമ്മ കോർപ്പറേഷൻ്റെ എൽഡർ കെയർ ഇനിഷ്യേറ്റീവായ വർമ്മ കെയറിൻ്റെ COO ആണ് ഞാനിപ്പോൾ. ഇതിനു മുൻപ് 33 വർഷം ഞാനൊരു ബ്രോഡ്കാസ്റ്ററായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുപ്രക്ഷേപണ ശൃംഖലയായ ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണിയിൽ ബ്രോഡ്കാസ്റ്ററായി ഞാൻ ജോലി ചെയ്തു. സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് 2 വർഷം മുമ്പ് വിരമിച്ചു. ഇപ്പോൾ വർമ്മ കോർപ്പറേഷൻ്റെ എൽഡർ കെയർ വിഭാഗമായ വർമ്മ കെയർ എന്ന വളരെയധികം സാമൂഹിക ഉത്തരവാദിത്വമുള്ള ഒരു സംരംഭത്തിൽ എൻ്റെ മകനോടൊപ്പം ഞാൻ കൂട്ടാളിയായി ജോലി ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ഡോക്ടർ രാധാ രാമാനുജൻ. നമസ്തേ ഡോക്ടർ. ഡോക്ടർ ഞങ്ങളുടെ വർമ്മ കെയറിൻ്റെ മെഡിക്കൽ അഡ്വൈസറും മെൻറ്ററുമാണ്. ഗൈനക്കോളജിസ്റ്റായിരുന്നു. കേരളത്തിലെ പല സ്ഥലങ്ങളിലും പ്രഗത്ഭമായ സേവനം അനുഷ്ഠിച്ച ശേഷം ഡോക്ടർ ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. വിശ്രമ ജീവിതം എന്ന് പറയുമ്പോൾ ജോലിയിൽ നിന്ന് മാത്രം അല്ലേ ഡോക്ടർ? നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെയധികം സാമൂഹിക പ്രസക്തിയുള്ളതും വളരെ ശ്രദ്ധ അർഹിക്കുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു വിഷയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ജെറിയാട്രിക് കെയർ, വയോജന പരിപാലനം. നമ്മളുടെ മുതിർന്നവരുടെ, പ്രായമായവരുടെ സ്ഥിരമായ പരിചരണം അല്ലെങ്കിൽ പരിപാലനം എന്നത് വളരെയധികം ശ്രദ്ധ അർഹിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, മെഡിക്കൽ ഫീൽഡിൽ വലിയ പുരോഗതി വന്നതോടെ, ടെക്നോളജി ഒരുപാട് അഡ്വാൻസ് ചെയ്തതോടെ ലോഞ്ചിവിറ്റി, ആയുർദൈർഘ്യം വളരെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ 60s 70s ഒക്കെ കഴിഞ്ഞിട്ട്, പണ്ടൊക്കെ 60 കഴിയുമ്പോഴേ ഒരു ഏജായി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ 70s 80s കഴിഞ്ഞ് 90+ ആയ ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ തന്നെ ഉണ്ട് നല്ല പ്രായമുള്ള, ഇതുപോലെ 90-ലൊക്കെ എത്തി നിൽക്കുന്ന അച്ഛനമ്മമാരോ മറ്റു മുതിർന്നവരോ ഒക്കെ. അപ്പോൾ അവരുടെ സ്ഥിരമായ പരിചരണം, കരുതലോടെയുള്ള പരിചരണം എന്നത് നമുക്ക് ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡോക്ടറുടെ കയ്യിലൂടെ ഈ ഭൂമിയിലേക്ക് കണ്ണുറന്ന കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ 60+ ആയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഡോക്ടർ ഇത്രയും കാലം ആരോഗ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചു, അതുപോലെ പൊതുജീവിതത്തിലും വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത്, അതായത് ഞാനൊക്കെ ജോലി ചെയ്ത് തുടങ്ങുന്ന കാലത്ത്, എല്ലാ വീട്ടിലും അച്ഛനമ്മമാരും മക്കളും ഉണ്ടാവും. പല വീട്ടിലും ഞങ്ങളുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും നമുക്ക് ആരെയും ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവുക എന്നൊരു പ്രശ്നം വരുന്നില്ല. ജോലി ധാരാളം ഉണ്ടായിരുന്നെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കാനും അമ്മമാരെ നോക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നേരെ മറിച്ചാണ്. എല്ലാ വീട്ടിലും അംഗസംഖ്യ കുറഞ്ഞു, ആൾക്കാർ കുറഞ്ഞു. കുട്ടികളാണെങ്കിൽ 1 2 എന്നൊക്കെയായി, അവരൊക്കെ പുറത്തൊക്കെ പോകുന്നു. വീടുകളിൽ വയസ്സായ ആൾക്കാരാണ് അധികമുള്ളത്. അവരെ ജോലി ചെയ്യുന്ന മക്കൾക്ക് നോക്കാൻ വളരെ അസൗകര്യമായി വരുന്നു. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലതരത്തിലുള്ള ജോലി സമ്മർദ്ദം കാരണം അവർക്ക് അമ്മയോ അച്ഛനെയോ വേണ്ട പോലെ നോക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് വളരെയധികം എല്ലാവർക്കും സൗകര്യമായിരിക്കും. നല്ലൊരു സംരംഭമാണ് നിങ്ങൾ തുടങ്ങുന്നതെന്നാണ് പറയാനുള്ളത്. പണ്ടൊക്കെ അതുപോലെ കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നല്ലോ. ഡോക്ടറുടെയൊക്കെ ചെറുപ്പകാലത്ത് തീർച്ചയായിട്ടും കൂട്ടുകുടുംബമായിരുന്നിരിക്കും അല്ലേ? വീട്ടിൽ ധാരാളം ആളുകൾ. അതെ, കൂട്ടുകുടുംബമായിരുന്നു. വീട്ടിൽ ഒരമ്മ മാത്രം, ഒരമ്മയും മക്കളും മാത്രമല്ല, അവരുടെ സിസ്റ്റർമാരുണ്ടാവും, അവരുടെ മക്കളുണ്ടാവും. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ അവർ പറയാറുണ്ട് 10-30 പേരൊക്കെ ഒരു വീട്ടിൽ ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും മേല. അവരുടെ അമ്മ, ആ അമ്മയ്ക്ക് 4 സിസ്റ്റേഴ്സ്, അവരുടെയൊക്കെ മക്കള്. ഇവർ ആരുടെ മക്കളാണ് വീഴുന്നത്, ആരാണ് കരയുന്നതെന്ന് പോലും നോക്കാതെ, കരയുമ്പോൾ ആരാന്ന് വെച്ചാൽ പോയി എടുക്കും. അങ്ങനെയാണ് വളർന്നതെന്ന് പറയാറുണ്ട്.
അതൊരു വലിയൊരു കെട്ടുറപ്പുള്ള ഘടനയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അത് ഇപ്പം നമുക്കത് ആലോചിക്കാൻ വയ്യ. പുള്ളി എപ്പോഴും ഒരു നൊസ്റ്റാൾജിയോടെ അത് പറയാറുണ്ട് അന്നത്തെ ജീവിതത്തെക്കുറിച്ച്. ഞങ്ങളുടെ വീട്ടിൽ അത്രയധികം ആൾ അധികം ഉണ്ടായിരുന്നില്ലെങ്കിലും എന്നും അടുത്ത വീടുകളിലും തൊട്ടടുത്തുമായിട്ട് അമ്മമാരും അവരുടെ സഹോദരിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു അമ്മ പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ അവിടെ പോയി കുഞ്ഞിനെ നോക്കുക. ചില അമ്മമാർ സുഖമില്ലാതെ നിന്നിട്ട് ആ കുഞ്ഞിന് സ്വന്തം മുലകൊടുത്ത് വളർത്തിയ കഥ പോലും എനിക്കറിയാം. അത്രയ്ക്കും സ്നേഹത്തോടെയാണ് അന്നത്തെ കാലത്ത്. വളരെയധികം ഒരു ഇഴയടുപ്പം ഉള്ള വളരെ വളരെ അടുപ്പമുള്ള ഒരു ജീവിതമായിരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഞാൻ പഠിച്ച ഒരു കവിതയിലെ ചില വരികൾ ഓർക്കുകയാണ്. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം. ഡോക്ടർ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. അതിൽ ചില വരികളുണ്ട്. പിതാവ് മാതാവ് ഉടപ്പിറന്നോർ ബാന്ധവരിഷ്ടന്മാർ പ്രേയസി മക്കൾ കുജുഷ്യർ തുടങ്ങി പ്രേമപരാധീനർ പരിചരണോദ്യതർ പല ജീവികൾ തൻ പരിതസ്ഥിതി മൂലം പതേ പതേ നാം പ്രമുദിതർ കാണുമു ഭവാബ്ധി ഗോഷ്പദമായി. അതായത് പരിചരിക്കാൻ ചുറ്റും ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഉടപ്പിറന്നോര്, ബാന്ധവർ, ബന്ധുക്കൾ, ഇഷ്ടന്മാർ അതായത് സുഹൃത്തുക്കൾ, പ്രേയസി സ്വന്തം ഭാര്യ, മക്കൾ, മറ്റ് ഇഷ്ടജനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം വലിയ സമുദ്രം പോലെയുള്ള പ്രശ്നങ്ങൾ കാലിക്കുളമ്പിലെ ഗോഷ്പദം അതെ കാലിക്കുളമ്പിലെ ജലം പോലെ അത്രയും ചെറുതായിട്ടേ തോന്നുകയുള്ളൂ എന്നർത്ഥം വരുന്ന വരികളാണ്. വളരെ നല്ല ഭയങ്കര ഭംഗിയുള്ള വരികൾ. ഭയങ്കര പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. അത് ഈ ഒരു കൂട്ടുകുടുംബത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ആ വരികളാണ്. ഞങ്ങളുടെയൊക്കെ കാലമായപ്പോൾ തന്നെ അത് കുറേശ്ശെയൊക്കെ മാറി തുടങ്ങി. ഞങ്ങളൊക്കെ തന്നെ മാറി ഒരു സ്വന്തം ജീവിതം തുടങ്ങുന്നു. ഞങ്ങളായി, ഞങ്ങളുടെ മക്കളായി, അങ്ങനെ ഒരു കുടുംബം. സ്ത്രീകൾ ജോലി ചെയ്ത് തുടങ്ങുന്നു. അപ്പം തന്നെ ആ കൂടെ വീട്ടിലെ പ്രശ്നങ്ങൾ വരുന്നു. രാവിലെ ഇറങ്ങിപ്പോകും, അത്യാവശ്യം അതിരാവിലെ എണീറ്റ് നമ്മൾ വീട്ടുജോലിയെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു. തിരിച്ചു വന്നാലും നമ്മൾ ജോലി ചെയ്യുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടാണ് സത്യത്തിൽ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് വീട് പുലർത്തിക്കൊണ്ടുപോയത്. ഇപ്പോൾ അങ്ങനെയല്ല. പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നു, ആണുങ്ങളും സഹായിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യവും ആഗ്രഹവും. അത് പലപ്പോഴും നടക്കുന്നില്ല. അവർക്ക് അവരുടേതായ ഒരു ഈഗോ എന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഈ അമ്മമാരെയോ അച്ഛനെയോ ഒക്കെ നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഈ കുടുംബ സ്ട്രക്ചർ വല്ലാതെ മാറിപ്പോയല്ലോ, ജീവിത രീതികളും മാറി. ഇപ്പോൾ വളരെ ഫാസ്റ്റാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണെന്ന് പറയാം, ഓട്ടപ്പാച്ചിൽ. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് നമ്മളുടെ അച്ഛനമ്മമാരെ നമ്മുടെ കുടുംബത്തിനകത്ത് നിന്ന് തന്നെ മറ്റൊരിടത്തേക്ക് അവരെ ഏൽപ്പിക്കാതെ നമ്മുടെ വീട്ടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് നല്ല പരിചരണം കൊടുക്കണമെന്ന് നമ്മളും മക്കളുടെ സംരക്ഷണയിൽ തന്നെ സ്നേഹവും കരുതലും വേണമെന്ന് അവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോഴാണ് നമ്മൾ പുറത്തു നിന്നുള്ള ഒരു സഹായം കെയർ ഗിവേഴ്സ് എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നപ്പോഴാണ്. ഇപ്പോൾ അത് പിന്നെ വളരെ സർവ്വസാധാരണമായിരിക്കുന്നു. എല്ലാ വീടുകളിലും മിക്ക സ്ഥലത്തും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രവാസ ജീവിതം നയിക്കുന്ന ഭാര്യയും ഭർത്താവും പുറത്താണ്. അപ്പോൾ വീട്ടിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു മനഃപ്രശ്നം, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോന്നൽ, അച്ഛനെയും അമ്മയും നമ്മൾ ഉപേക്ഷിച്ചു എന്ന് ബാക്കിയുള്ളവർ പറയുമോ എന്നുള്ള പേടി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ സത്യത്തിൽ ഇതുപോലെ ഒരു ആൾക്കാരെ നമുക്ക് വീട്ടിൽ അവരെ നോക്കാൻ നല്ല മനസ്സുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ പുറം രാജ്യങ്ങളിലുള്ള പലരുടെയും വീടുകളിൽ അച്ഛനും അമ്മമാരും ഒരു കെയർ ഗിവറിൻ്റെ സംരക്ഷണയിലായിരിക്കും. ഒന്നീ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മക്കളുടെ സ്ഥാനത്തേക്ക് വരുന്നത് അവരാണ്. അവരിൽ നിന്നുള്ള പരിചരണമാണ് കിട്ടുന്നത്. ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ് ഡോക്ടർ. എൻ്റെ അമ്മ ഒരു ഡിമെൻഷ്യ പേഷ്യൻ്റാണ്. അമ്മയ്ക്ക് 89 വയസ്സായി. അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു. വളരെ എല്ലാവരും വളരെ ആദരിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അമ്മയുടേത്. പക്ഷേ അമ്മ ഈ പ്രായം ചെല്ലുന്തോറും അമ്മ ഈ മറവി രോഗം ബാധിച്ചു തുടങ്ങുകയും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, ഒപ്പം ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും ചെയ്തു തുടങ്ങി. ഞങ്ങൾ മക്കൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സേവനം അമ്മയ്ക്ക് വേണ്ടി തേടാൻ ഞങ്ങൾ നിർബന്ധിതരായി. പക്ഷേ ഈ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള ഒരു അസുഖങ്ങൾ ഉള്ളതുപോലെ പരിചരിക്കുക അത്ര എളുപ്പമല്ല. ഡോക്ടർക്ക് അറിയാമല്ലോ. അതെ. അതുകൊണ്ട്
വളരെയധികം ഞങ്ങൾ ആ കാര്യത്തിൽ ബുദ്ധിമുട്ടി. അതായത് ഇതെന്താണ് അവസ്ഥ, ഈ ഡിമെൻഷ്യ എന്താണ്, അതുള്ള ഒരു പേഷ്യൻറ്റിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരെ എങ്ങനെയാണ് എംപത്തറ്റിക്കായിട്ട് അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അറിയുന്ന കെയർ ഗിവേഴ്സ് കുറവാണ്. കാരണം അവർക്ക് ആ കാര്യത്തിൽ വലിയ അവയർനെസ് കിട്ടുന്നില്ല, ഒരു അവബോധം ഉണ്ടാകുന്നില്ല. അതെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവർ ചെന്ന് രജിസ്റ്റർ ചെയ്ത ആളാകുമ്പം അവരുടെ വിചാരം ഒരു രോഗിയെ പരിചരിക്കുന്നത് പോലെ അവിടെ ചെന്ന് മരുന്ന് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അത്രയ്ക്കൊക്കെ ചെയ്യേണ്ടൂ എന്നാണ് അവരുടെ. അതെ, തീർച്ചയായിട്ടും അവരെ അതിൽ കുറ്റം പറയാനും പറ്റില്ല. അവരങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു ബേസിക് കെയർ ഗീവിംഗ് എന്ന് പറയുമ്പോൾ ചെല്ലുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, സമയത്ത് ഭക്ഷണം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, ഇത്രയൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലുള്ള. അപ്പോൾ ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടി. കാരണം ഡിമെൻഷ്യയുള്ള ഒരാൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചത് മറന്നുപോകും, കുളിച്ചത് മറന്നുപോകും, ഈ ഓരോ കാര്യങ്ങളും വീണ്ടും വേണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കും. അപ്പോൾ അതിനനുസരിച്ച് പെരുമാറാൻ കഴിയുന്ന ഒരാൾ വേണം. അപ്പോൾ ആ ഒരു വെല്ലുവിളിയിൽ നിന്നാണ് ഞങ്ങൾ ശരിക്കും ഈ വർമ്മ കെയർ എന്ന സംരംഭത്തിൻ്റെ ആശയത്തിലേക്ക് വരുന്നത്. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഏത് രീതിയിലുള്ള പരിചരണം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാനും എൻ്റെ സഹോദരിയും ആഗ്രഹിക്കുന്നു, അതുപോലെയുള്ള ഒരു പരിചരണം ഇതുപോലെ മറ്റു വീടുകളിൽ കഴിയുന്നവർക്കും കിട്ടണം എന്നൊരു ആഗ്രഹം ഞങ്ങളിലുണ്ടായി. ഇപ്പം എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് പേര് ഈ വീടുകളിൽ, എൻ്റെ സുഹൃത്തുക്കളുടെ പരിചയക്കാരുടെ ഒക്കെ വീടുകളിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. എൻ്റെ വളരെ ഒരു അടുത്ത സുഹൃത്ത് ഇടപ്പള്ളിയിലുള്ള ഒരു ഗീതയും ഞാനും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ്. ഗീതയുടെ അമ്മയും ഇതുപോലെ ഡിമെൻഷ്യ കാരണം വളരെയധികം ബുദ്ധിമുട്ടി. അമ്മ ആക്റ്റീവും ആയിരുന്നു. അപ്പോൾ അമ്മ തന്നെ പോയിട്ട് കുളിമുറിയിൽ കയറുക, പല പ്രാവശ്യം വെള്ളം എടുത്തൊഴിച്ച് കുളിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഇതുപോലെ നല്ലൊരു കെയർ ഗീവറിനെ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ വിഷമങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് മാത്രമല്ല, ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തർക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് വർമ്മ കെയർ പിറവിയെടുക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും ലാഭമല്ല ലക്ഷ്യം, സേവനം. ഇതേ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത്, അതും ആക്റ്റീവായിട്ട് വളരെ അധികം ജോലിയുള്ള സമയത്താണ് 2 അമ്മമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുണ്ടായിരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യവശാൽ അവർ രണ്ടുപേരും വളരെ കൂട്ടായിരുന്നു. അതിൽ എൻ്റെ അമ്മയ്ക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ മറവി ഉണ്ടായിരുന്നു. അത് പെട്ടെന്നുണ്ടായതാണ്. എൻ്റെ അച്ഛൻ വളരെ പെട്ടെന്നാണ് പോയത്. ആ പോക്ക് അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു അച്ഛനിൽ. അപ്പം അച്ഛൻ പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആകെ എന്താന്ന് ഒന്നും ഒരു പിടിയില്ലാതെ ആയിപ്പോയി. അങ്ങനെയാണ് അമ്മ ഈ അവസ്ഥയിൽ വന്നത്. പക്ഷേ ഈ അമ്മയ്ക്ക് ഈ രോഗം ഉണ്ടെന്ന് എനിക്ക് പോലും മനസ്സിലാക്കാൻ കുറേ സമയമെടുത്തു. ഞാൻ വിചാരിച്ചത് അന്നത്തെ കാലത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ആൽസീമറും ഡെമെൻഷ്യയും ഒന്നും അങ്ങനെ അധികം കണ്ടിരുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് എന്താണ്, അമ്മ ഓർമ്മയില്ല എന്നുള്ളത് മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. പക്ഷെ എനിക്ക് അന്ന് എന്തോ ഒരു ഭാഗ്യവശാൽ സേവ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു എറണാകുളത്ത്. അവിടുന്ന് വളരെ നല്ലൊരു സ്ത്രീയെ കിട്ടിയ കാരണം അമ്മ അവരെ എന്തോ മകളെ പോലെ കരുതി. അവരും അതുപോലെ തന്നെ അമ്മേ പപ്പാമ്മ എന്നാണ് അമ്മയെ വിളിക്കുന്നത്. കുട്ടികൾ, എൻ്റെ കൊച്ചു കുട്ടികൾ അങ്ങനെയാണ് വിളിക്കുന്നത്. അതുപോലെ വിളിച്ച ആ സ്ത്രീ അവരെ അമ്മയെ നോക്കി അവസാനം വരെ. അതെനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. ശരിക്കും അങ്ങനെയുള്ളൊരു ബോണ്ടിങ് ആണ് ആവശ്യം. അതാണ് ആവശ്യം. ഈ വരുന്നവർ അവരുടെ മാതാപിതാക്കളെ പോലെ കരുതുകയും അപ്പോൾ തിരിച്ചും അവർക്ക് ഇവരെ മക്കളെ പോലെ കരുതാനുള്ള ഒരു സ്നേഹവും. ഞങ്ങളുടെ സ്വന്തം മക്കളുടെ പോലും അല്ല, എന്നാലും അമ്മയുടെ അകന്നൊരു ബന്ധുവിൻ്റെ പേരാണ് അമ്മ ഇന്ന് വരെ വിളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഞങ്ങൾക്ക് അതിശയായിരുന്നു. അത്രയോ സ്നേഹത്തോടെ അമ്മയെ അവർ നോക്കി. അമ്മയ്ക്ക് അവരെ ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. അതെ. അപ്പോൾ അതേപോലെയുള്ള ഒരു എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകണം എന്നുള്ളത് ഒരു ആവശ്യമാണ്. അതിന് നമ്മൾ ഈ വരുന്ന ആൾക്കാരെ അതിന് ട്രെയിൻ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. ഇപ്പോൾ ഈ ഡെമെൻഷ്യ അമ്മ കഴിച്ചില്ല എന്ന് പറയുന്നു. ഇപ്പോൾ അല്ലേ തന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയല്ല വേണ്ടത്. കഴിച്ചു, അമ്മ സാരമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ എടുത്ത് കൊടുക്കുക, ചെറുതായിട്ട് അത് കഴിച്ചോളൂ എന്ന് പറയും. അങ്ങനെ വേണം. പിന്നെ രാത്രിയിലൊക്കെ എണീറ്റ് ബാത്റൂമിൽ പോകുമ്പം ഒരു സപ്പോർട്ട് ആവശ്യമാണ് അവർക്ക്. മിക്കവാറും ഒരു ഓർമ്മയില്ലാതെ പെട്ടെന്നായിരിക്കും എണീറ്റ് മൂത്രമൊഴിക്കാനൊക്കെ പോകുന്നത്.
അപ്പോൾ അതുപോലെ പിടിച്ച് സന്തോഷമായിട്ട് കൊണ്ടിരുത്തി തിരിച്ചു കൊണ്ട് കിടത്തണം. അതിന് നമ്മൾ ഇറിറ്റേറ്റഡ് ആകാൻ പാടില്ല. അങ്ങനെയുള്ള ഒന്നും ഒരു ബാധ്യതയായിട്ട് കാണാൻ ബാധ്യതയായിട്ട് കരുതാൻ പാടില്ല. അതൊരു സേവനമായിട്ട് തന്നെ കരുതണം. അങ്ങനെയുള്ള മനസ്ഥിതി അധികം, അതും പ്രത്യേകിച്ചും ചെറുപ്പക്കാർ പെണ്ണുങ്ങളിൽ അധികം ഉണ്ടാകാൻ പ്രയാസമാണ്. അത് നമ്മൾ അവരിലേക്ക് ഇൻസ്റ്റിൽ ചെയ്ത് കൊടുക്കണം. അതാണ് ഈ ഇപ്പോൾ പല സ്ഥലത്തും എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ കെയർ ഗിവിങ് അല്ലെങ്കിൽ ഹോം നഴ്സിംഗ് ഒരു കോഴ്സായിട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അത് ഒരു നല്ല കാര്യമാണ്. അത് ഇതുപോലെയുള്ള ഒരു അവയർനെസ് അവരിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കലും ഇതൊരു മണി മേക്കിംഗ് പ്രൊഫഷൻ അല്ല. ഇതിന് വളരെയധികം വേറെ മാനങ്ങളുണ്ട്. വളരെയധികം ഉത്തരവാദിത്വത്തോടെ, കരുതലോടെ, കമ്മിറ്റഡായിട്ട് ചെയ്യേണ്ട ഒരു സർവീസാണെന്നുള്ളത് അവർക്ക് ഈ കോഴ്സിൽ തന്നെ പറഞ്ഞു കൊടുക്കുകയും അവരെ മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതും ഒരു വലിയ ഇതായിരിക്കും. അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി അപ്പോൾ വരും. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി ഇത്രയധികം കമ്മിറ്റഡായിട്ടുള്ളൊരു ജോലിയാണ്, ഞങ്ങളവിടെ അങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വെറും ഒരു ബേസിക് ആയിട്ടുള്ള ഇതുകൾ ചെയ്തു പോവുകയല്ല എന്നൊരു അവയർനെസ് അവർക്കും വരണം. അതിപ്പം ഒരു തൃപ്പൂണിത്തുറയിൽ തന്നെ ഇതുപോലെ എനിക്കറിയാവുന്ന ഒരു മകളുടെ കൂടെ പഠിച്ച കുട്ടിയുടെ അച്ഛനാണ്. അവരുടെ അമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അവർക്കും സുഖം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ അച്ഛനും ക്യാൻസർ പേഷ്യൻ്റാണ്. പക്ഷെ അവരെ നോക്കാൻ ഇതുപോലെ ഒരു സ്ത്രീയെ കിട്ടിയിട്ടുണ്ട്. ഓർമ്മയില്ല, എന്നാലും വീട്ടിൽ ഇങ്ങനെ ആ സ്ത്രീയുടെ പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അത്രയോ കാര്യമായിട്ടാണ് ആ സ്ത്രീ അങ്ങനെ നോക്കുന്നതും അവരും അതുപോലെയാണ് പെരുമാറുന്നത്. അതൊക്കെ ചില അപൂർവമായി കിട്ടുന്ന ഭാഗ്യങ്ങളാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ഇവർ കെയർ ഗീവേഴ്സ് വരുമ്പോൾ വീടുകളിലുള്ള അച്ഛനമ്മമാരെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രായമായവർ, അവർക്ക് വളരെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. ലോഞ്ചിവിറ്റി കൂടിയെങ്കിലും അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട്. ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങളാണ്. പിന്നെ പെട്ടെന്ന് ഒരു നമ്മുടെ പാർട്ട്ണർ വിട്ടുപോവുക, തീരെ പ്രതീക്ഷിക്കാതെ, ഇപ്പം അമ്മയ്ക്കൊക്കെ പറ്റിയ പോലെ തന്നെ, അതവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചെങ്കിലും അതിനൊരു സപ്പോർട്ട് കൊടുക്കണം. ഇതിങ്ങനെ ഒറ്റയായി പോയതിൻ്റെ ബുദ്ധിമുട്ടാണ്. ആ ഒറ്റപ്പെടലിൽ നിന്ന് നമ്മളവരെ ഒന്ന് സഹായിച്ച് രക്ഷപ്പെടുത്താൻ നോക്കണം. ഐസൊലേറ്റഡ് ആയിപ്പോയി എന്നൊരു തോന്നൽ ആ തോന്നലാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. പിന്നെ വേറെ ഉണ്ട്, പ്രായമായി മക്കളുടെ മക്കളും ഒക്കെ ആകുമ്പം അവരുടെ മക്കളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു, നമ്മളെ നെഗ്ലക്റ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ പലർക്കും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേണ്ടാത്ത ഒരാളാണോ ഈ വീട്ടിൽ നിന്നൊരു തോന്നൽ വരും. അപ്പോൾ അത് അവരെ കുറച്ചും കൂടെ ഉൾവലിയും, അവരിലേക്ക് തന്നെ ഒതുങ്ങും. അപ്പം അത് വരാതെ നമ്മളവരെ നമ്മുടെ കൂട്ടത്തിൽ എന്തിനും നമുക്ക് കഴിയുന്ന പോലെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ നോക്കണം. പിന്നെ അപ്പൂപ്പനമ്മൂമ്മമാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹവും ഇഷ്ടവും കൊച്ചുമക്കളോട്, അവർ മക്കളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് കൊച്ചുമക്കളുടെ കൂടെയുള്ള ജീവിതം, കൊച്ചുമക്കളെ സ്നേഹിക്കാനും കളിപ്പിക്കാനും കിട്ടുക എന്നൊക്കെ ഉള്ളതാണ്. അതും ഇന്നത്തെ വീടുകളിൽ ചെന്നാൽ കൊച്ചുമക്കൾക്ക് നമ്മളെ ഒന്ന് നോക്കാനോ നമ്മളോട് വർത്തമാനം പറയാനോ അവർക്ക് സമയമില്ല. അവരുടെ പഠിത്തം, പിന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ടൊരു ഫോൺ. ആ ഫോണിലാണ് 90% ആൾക്കാരും ജീവിക്കുന്നത്. കുട്ടികളും അതെ, ഇപ്പോൾ വലിയ ആൾക്കാരും അതെ. ഈവൻ വയസ്സായ ആൾക്കാർ പോലും, എനിക്കറിയാം, എൻ്റെയൊക്കെ പ്രായമുള്ള ആൾക്കാർ പോലും കംപ്ലീറ്റ് ആയിട്ട് ഫോൺ നോക്കി ജീവിക്കുന്നവരെ എനിക്കറിയാം. നമ്മളുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഇതിലാണ് എല്ലാം അവിടെ ഒതുങ്ങും. അതെ, എല്ലാം ലോകത്ത് നടക്കുന്ന എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നു, സിനിമ കാണാൻ പറ്റുന്നു, പാട്ട് കേൾക്കാൻ പറ്റുന്നു, എല്ലാം ഇതിനകത്ത്. നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു, ഭക്ഷണം ബുക്ക് ചെയ്യാൻ പറ്റുന്നു, ഭക്ഷണം വീട്ടിലെത്തുന്നു. അങ്ങനെ ആ ഫോണാണിപ്പം ഒരു പ്രധാന വീട്ടിലെ ഒരു അംഗം എന്ന് പറയാം. അത് തന്നെ. ചിലപ്പോൾ നമുക്കൊന്നും അറിയാൻ പാടില്ലാത്തത് ഈ 2 വയസ്സുള്ള കുട്ടി നമുക്ക് കാണിച്ചു തരും. തീർച്ചയായിട്ടും. കുഞ്ഞുങ്ങൾ 2 വയസ്സ് മുതൽ തന്നെ ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ജീവിതമാണിപ്പോൾ. എല്ലാവരും ഒരു വീട്ടിൽ ചെന്ന് നമ്മളിപ്പം പണ്ടൊക്കെ നമ്മൾ അയൽവക്കത്തുള്ളവരോട് കാണാൻ പോകുന്നു, വർത്തമാനം പറയാൻ പോകുന്നു, ബന്ധുക്കളെ കാണാൻ പോകുന്നു.
ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. മാസത്തിലൊരിക്കലെങ്കിലും നമ്മുടെ മുതിർന്ന ബന്ധുക്കളെ കാണാൻ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ആ ഞങ്ങളൊക്കെ കമ്പൽസറി ആയിട്ട് അവിടെ ഒന്ന് പോയിട്ട് വാ, അവരെ പോയി കണ്ടിട്ട് വാ എന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ പറഞ്ഞു വിടുമായിരുന്നു. ആ വീട്ടിലെ അവരെ പോയി കാണുക. ഇപ്പം അങ്ങനെയൊന്നും ആരും പറഞ്ഞു വിടുന്നില്ല, ആർക്കും താല്പര്യവുമില്ല. എല്ലാവരും ഫോണിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നേരിടുന്ന ഒരു ഐസൊലേഷൻ, ബുദ്ധിമുട്ടുകൾ, പിന്നെ ജോലി ചെയ്യുന്നവർ, വളരെ വലിയ പൊസിഷനിലും പദവിയിലും ഒക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അവർ കമാൻഡ് ചെയ്തായിരിക്കും അവർക്ക് ശീലം. അപ്പം പിന്നീട് വന്നിട്ട് അവരുടെ മക്കളുടെ കൂടെ അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയേണ്ടി വരുന്നു. ഒരു ആശ്രിതത്വം സൃഷ്ടിക്കുന്ന ഒരു അരക്ഷിതത്വം ഉണ്ട്. വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മളീ പറഞ്ഞ പോലെ നമ്മൾ ഓർഡർ ചെയ്തേ ശീലിച്ചിട്ടുള്ളൂ. അതെ, അത് ഇത് ചെയ്യുന്നു. ഇപ്പോൾ ഇത് വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യണ്ട അമ്മ അവിടെ പോയി ഇരിക്കുമെന്ന് പറയും. അമ്മ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, നമുക്ക് അവിടെ പോയി ഇരുന്നാൽ പോരെ. അതൊന്നും താങ്ങാൻ പറ്റില്ല പലർക്കും. നമ്മൾ കെയർ ഗിവേഴ്സിനോടായിട്ട് കുറച്ച് അഡ്വൈസ് ഡോക്ടർക്ക് കൊടുക്കാനുണ്ട് ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഫിസിക്കലായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫിസിക്കലായിട്ട് എന്താണ് ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ. കുളിക്കുന്നുണ്ടോ, വൃത്തിയായിട്ട് കുളിച്ചാൽ തന്നെ നമ്മൾ കൂടെ നിന്നിട്ട് ക്ലീനായിട്ട് ബോഡി ക്ലീനായിട്ട് വെക്കണം. പല്ല് തേപ്പിക്കുക, നഖം വെട്ടുക, മുടിയൊക്കെ ക്ലീനാക്കി വൃത്തിയായിട്ട് വെക്കുക. അതൊക്കെ പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത്രയും പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നഖമൊക്കെ വെട്ടുമ്പം അത് വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ഇൻഫെക്ഷനൊക്കെ വരാൻ പറ്റും. പിന്നെ ഭക്ഷണം കൊടുക്കുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. മരുന്ന് വളരെ വളരെ പ്രധാനമാണ്. ഇത്രയും പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മരുന്നുണ്ടാവും. അത് സമയത്തിന് തെറ്റാതെ കൊടുക്കുക. അതൊരു കടലാസിൽ തന്നെ എഴുതി വെച്ചിട്ട് രാവിലെ ഇത്, ഉച്ചയ്ക്ക് ഇത്, രാത്രിയിലത് കൊടുക്കണം. പിന്നെ സ്നേഹമായിട്ട് അവരുടെ അടുത്ത് വർത്താനം, അവർക്ക് ഒരുപാട് ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആവശ്യം. അപ്പോൾ അവരുടെ അടുത്ത് ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കണം. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ അടുത്ത് പെരുമാറണം. അതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ രാത്രിയിൽ അമ്മ മൂത്രമൊഴിക്കാൻ വിളിച്ച ഉടനെ എന്ത് കഷ്ടം, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ. അങ്ങനെയൊന്നും പാടില്ല. അത് അവരുടെ ഒരു അമ്മയാണ്, അല്ലെങ്കിൽ വേറെ അതുപോലെ ഒരു അമ്മയാണെന്ന് ഓർത്ത് പെരുമാറാനുള്ള മനസ്ഥിതി ഉണ്ടാവണം. അതുപോലെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവുമല്ലോ, പരിചരണവും വളരെ 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 പ്രധാനമാണ്. ഈ കിടപ്പ് രോഗികളെ ആവുമ്പം അവരെ ആദ്യം വരുന്നത് അൾസറാണ്, ബെഡ് സോർ. അത് ഒരേ പൊസിഷനിൽ കിടന്നാൽ കണിശമായിട്ടും വരും. അപ്പോൾ അത് മാറ്റി കിടത്തുകയും അവിടെ തുടച്ച് എപ്പോഴും പൊസിഷൻ ചേഞ്ച് ചെയ്ത് കിടത്താൻ നോക്കണം. തിരിച്ചും മറിച്ചും എപ്പോഴും കിടത്തണം. തുടച്ച് വൃത്തിയാക്കി വെക്കണം. അങ്ങനെയുള്ളവർക്കാവുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ ഈ ബെഡ് പൊസിഷൻ ചെയ്യാവുന്ന കോട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. നമുക്ക് ചാരി ഇരുത്തി പല്ല് തേപ്പിക്കുകയും ഒക്കെ ചെയ്യാം. ബെഡ് പാൻ വെച്ച് കൊടുക്കാനുള്ള ഇത് വേണം. അവിടെ ഈ ജെനിറ്റേലിയ വളരെ വൃത്തിയായിട്ട് ക്ലീനായിട്ട് വെച്ചില്ലെങ്കിൽ അത് വളരെ അബദ്ധങ്ങളുണ്ടാക്കുന്ന കാര്യമാണ്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. അതൊക്കെ വളരെ കാര്യമായിട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇതിനുള്ള നോളജ് നമ്മൾ കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അതൊക്കെ പഠിച്ചിട്ട് വേണം. നഴ്സുമാരാകുമ്പം പഠിച്ചിട്ടായിരിക്കും വരുന്നത്. പക്ഷേ നഴ്സെന്ന് പറഞ്ഞു വരുമ്പം അവർക്ക് ആ നഴ്സിംഗ് മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ പറയുന്ന ഈ കമ്പാഷനേറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല. അവർ മരുന്ന് കൊടുക്കും, ഭക്ഷണം കൊടുക്കും, പിന്നെ അവർ ചിലപ്പോൾ പുസ്തകം വായിച്ചിരിക്കും. അതല്ല വേണ്ടത്. അവരോട് ഒരു മാനസികമായിട്ട് പെരുമാറാൻ പഠിച്ചിരിക്കണം. പാർഷ്യൽ മൊബിലിറ്റി ഉള്ളവരും ഉണ്ടാവും. അപ്പോൾ ചിലർ വീൽ ചെയറിലായിരിക്കും. തീർച്ചയായും. പിന്നെ വീഴും. അതാണ് ഏറ്റവും പ്രധാനം. ഈ പ്രായത്തിലൊക്കെ ഒരു 70-80 വയസ്സൊക്കെ ആൾക്കാർ വീണ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കാല് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇമ്മൊബിലിറ്റി ആണ്, പിന്നെ അനങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് വീഴാതെ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. ഒരു വോക്കർ വേണമെങ്കിൽ കൊടുക്കണം, അതിൽ നടക്കാൻ പഠിപ്പിക്കണം. അപ്പോഴും അവർ കൂടെ ഉണ്ടാവണം. തീർച്ചയായും. വോക്കറിൽ നടക്കുമ്പോൾ പോലും ഇവിടെ ഉണ്ടാവണം. വളരെ കരുതലുണ്ടാവണം. കാരണം വീണു പോയാൽ പിന്നെ പലരും എഴുന്നേൽക്കലില്ല. പിന്നെ അവിടുന്ന് പോയി. പിന്നെ അതുകൊണ്ട് ആ വീഴ്ചയാണ് ഏറ്റവും പ്രധാനം പ്രായമായവർക്ക്. ഞങ്ങളൊക്കെ ഏറ്റവും പേടിക്കുന്ന ഒരു കാര്യം അതാണ്, വീഴ്ച എന്ന്. ഈവൻ എൻ്റെ ഈ പ്രായത്തിലൊക്കെ തന്നെ നമ്മൾ പേടിക്കുന്ന കാര്യമാണ്. വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ
എളുപ്പമാണ് നമ്മളുടെ അതും പൊട്ടാനും പ്രത്യേകിച്ചും ലോവർ ലിംസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കടന്നു പോകും. അതൊരിക്കലും നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരു ജീവിതം. അതും നമ്മളെയൊക്കെ പോലെ ഇങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്തവർക്ക് കിടപ്പായി പോവുക എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ മറവി രോഗങ്ങൾ, മുമ്പൊന്നും നമ്മളിങ്ങനെ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഡിമെൻഷ്യ, അൾസൈമേഴ്സ്, അംനീഷ്യ തുടങ്ങി പലവിധ മറവി രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പരിചരണത്തിൽ നമ്മൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ അവർ ചിലപ്പോൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ അവർക്ക് ഈ മെൻ്റൽ സപ്പോർട്ടാണ് വളരെയധികം കൊടുക്കേണ്ടത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. നീ പറഞ്ഞ പോലെ ഈ ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്, പക്ഷേ ഡെമൻഷ്യ വന്നു, ഞാൻ എന്താ ചെയ്യാന്നറിയുന്നില്ല, ചിലപ്പോൾ ഇറങ്ങിപ്പോവും. എനിക്കറിയാവുന്ന ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത വീട്ടിലേ ഞാൻ ആ വീട്ടിൽ പോവാൻ നമ്മൾ അറിയുക പോലുമില്ല, ചിലപ്പോൾ പിക്കളയും, പോയി വഴി അറിയാൻ പാടില്ലാതെ നിൽക്കുമോ അങ്ങനെയൊക്കെ. ഏതോ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് ആരോ റീഗനോ ആരോ അങ്ങനെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് ഒരു മെൻ്റൽ, അവർക്കൊരു കമ്പാനിയനെയാണ് ആവശ്യം. അപ്പം ഞാൻ 2 മാസം മുമ്പ് ഒരു വെബിനാറിൽ പങ്കെടുക്കുകയുണ്ടായി, ഈ ഡിമെൻഷ്യയെക്കുറിച്ചുള്ള ഒരു വെബിനാറിൽ. അപ്പോൾ അതിൽ അവർ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തന്നെ അതൊരു അവയർനെസ് ആയിരുന്നു. അതായത് ഇപ്പോൾ ഇവർ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അപ്പം നമ്മൾ ഇല്ല, എതിർക്കുക എന്നുള്ളത് ചെയ്യാൻ പാടില്ല. അവരെന്ത് പറയുന്നതിനും നമ്മൾ അതിൻ്റെ എതിർത്തിട്ട് അവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്യാൻ ഒരിക്കലും പോകരുത് എന്നാണ് അതിൽ പങ്കെടുത്ത ഡോക്ടർ പറഞ്ഞത്. ആർഗ്യൂ ചെയ്താൽ അവർ സമ്മതിച്ചു തരില്ല. അത് അവർ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ സാരമില്ല, എന്നാൽ ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് സമാധാനിപ്പിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ പോകണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം പുറത്ത് പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം, പണ്ട് താമസിച്ചിരുന്ന വീട്ടിൽ പോകണം. എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്കുണ്ട്, എപ്പോഴാണ് പോകുന്നത് നമുക്ക് പോകണ്ടേ, ബാഗൊക്കെ എടുത്ത് വെച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അപ്പോൾ അവരോട് എവിടെയാണ് പോകേണ്ടത്, ഇപ്പോൾ പോകാനൊന്നും പറ്റില്ല, അമ്മ അവിടെ ഇരിക്കുമെന്ന് മുമ്പ് പറഞ്ഞ പോലെ അതല്ല, അവരോട് നാളെ പോവാം, അമ്മ ഇപ്പോൾ ഇരിക്കൂ കേട്ടോ, ഇന്ന് സന്ധ്യയായില്ലേ, നമുക്ക് നാളെ രാവിലെ പോകാം. അങ്ങനെ ഒരു സമാധാനിപ്പിക്കുകയാണ് വേണ്ടത് അവരെ. അതാണ് ഈ ബേസിക് കെയർ ഗിവേഴ്സ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു ഡിമെൻഷ്യ രോഗിയാണ് പരിചരിക്കാൻ പോകുന്നതെങ്കിൽ അവരോട് ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ഞങ്ങൾ വർമ്മ കെയറിൽ ഇപ്പോൾ അതുതന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യവും. ഇതുപോലെയുള്ള ആളുകളെ പരിചരിക്കേണ്ടി വരുമ്പോൾ ഏറ്റവും കമ്മിറ്റഡായിട്ടും ഏറ്റവും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ശാന്തതയോടെയും അവരെ പരിചരിക്കുക എന്നുള്ള രീതിയിൽ ഈ കെയർ ഗിവേഴ്സിനെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഉദ്ദേശ്യം. അതിലെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നു. തീർച്ചയായിട്ടും എന്നെക്കൊണ്ടാകാവുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ തരുന്നതായിരിക്കും. എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും വിളിക്കാം, വരാം. ഇനിയിപ്പോൾ എനിക്ക് വരാനൊന്നും ബുദ്ധിമുട്ടില്ല, വണ്ടി ഓടിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ആരെങ്കിലും വരും, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, തീർച്ചയായിട്ടും വരാം. മുൻപ് പറഞ്ഞ പോലെ തന്നെ ബ്ലെസ്സിങ് ബിഫോർ ബിസിനസ്, കമ്പാഷൻ ബിഫോർ കോർപ്പറേഷൻ എന്നാണ് ഞങ്ങളുടെ വർമ്മ കോർപ്പറേഷൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ഐഡിയോളജി അതാണ്. അപ്പോൾ ആ ഒരു സങ്കല്പത്തോടു കൂടി തന്നെ ഞങ്ങൾ ഇതിനോട് ചേർന്നൊരു ചാരിറ്റബിൾ ഫൗണ്ടേഷനും രൂപീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ പേരിലാണ് കുഞ്ചുണ്ണി തമ്പുരാൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, അതുപോലെ ഒരു സാമൂഹിക പ്രവർത്തകനും മനുഷ്യസ്നേഹിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഞങ്ങളൊരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ചെയ്തു. നല്ല കാര്യം. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആയിട്ടിപ്പോൾ? ഞങ്ങൾ പ്രധാനമായിട്ടും 2 പ്രോജക്റ്റുകളാണ് അതിലിപ്പോൾ ചെയ്തിരിക്കുന്നത്, നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അതിലൊന്ന് വിദ്യാർപ്പണം, അതായത് പഠനത്തിൽ വളരെ മികച്ചു നിൽക്കുകയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുകയും ചെയ്യുന്ന കുട്ടികൾ, അവരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് ഫിനാൻഷ്യലായിട്ട് ചെയ്തു കൊടുക്കുക. സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നാക്കം നിൽക്കുന്നവർക്ക് അവർക്ക് ഒരു ഫിനാൻഷ്യൽ എയ്ഡ് നൽകുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തു. സ്കൂൾ തുറന്ന സമയത്ത് അവിടെ അടുത്തുള്ള ഒരു സ്കൂളിലെ കുട്ടികൾക്ക്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഈ വിദ്യാർപ്പണം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. അതിൻ്റെ അനൗപചാരിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് നിർവഹിച്ചത്. കുട്ടികൾക്ക് വളരെ സന്തോഷമായി. കുട്ടികൾക്ക് അവർക്ക് ബാഗും പുസ്തകങ്ങളും പെൻസിൽ ബോക്സും കുടയും ഒക്കെ അടങ്ങുന്ന ഒരു കിറ്റ് ഓരോരുത്തർക്കും ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. പിന്നെ അടുത്തത് സഹയാത്രി എന്ന പ്രോജക്റ്റിനെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്തത്.
അത് ഇതുപോലെ തന്നെ നമ്മൾ ഒരു വനിതാ ഇത് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. വനിതകളുടെ ഒരു ഉന്നമനം, അതായത് നമ്മളുടെ കുടുംബശ്രീയിലും അതുപോലെ ഹരിത കർമ്മസേന അതിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണമൊക്കെ അവർ നന്നായി ചെയ്യുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം ഈ ഹരിത കർമ്മസേനയിൽ അവർക്ക് എപ്പോഴും വളരെയധികം ഇതുപോലെയുള്ള ഇത് എടുക്കേണ്ടി വരുന്നു. പലരും നമ്മുടെ വീട്ടിൽ തന്നെ പലരും ഗ്ലൗസ് പോലും ഇല്ലാതെ വന്നിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അവർ. അതെ. അപ്പോൾ അവരുടെ ആരോഗ്യ സംരക്ഷണം നമ്മൾക്ക്, നമ്മുടെ സമൂഹത്തിന് പ്രധാനമാണത്. അതുപോലെ തന്നെ ഈ അംഗനവാടിയിലൊക്കെയുള്ള ടീച്ചർ, ആശാ വർക്കർമാർ അവരും. അപ്പോൾ അവർക്ക് അർഹമായ ഒരു മെഡിക്കൽ പരിചരണം കിട്ടുക എന്ന ഉദ്ദേശത്തോടെ ഞങ്ങളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തി. അതൊരു പ്രമുഖ ആശുപത്രിയുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഒരു രക്തപരിശോധനയും മറ്റ് പരിശോധനകളൊക്കെ നടത്തുകയുണ്ടായി. ഒരു 45ഓളം പേര് അതിൽ പങ്കെടുത്തു. അത് സഹയാത്രി എന്ന ആരോഗ്യ പരിപാലന സംരംഭമാണത്. മറ്റേത് വിദ്യാഭ്യാസത്തോട് ചേർന്നും സഹയാത്രി ആരോഗ്യ പരിപാലനത്തോട് ചേർന്നും ഉള്ള സംരംഭമാണ്. അപ്പോൾ തുടർന്നും ഇനിയുള്ള സംരംഭങ്ങൾ ഇതുപോലെ തന്നെ വർമ്മ കെയറിൻ്റെ പ്രവർത്തനത്തിനൊപ്പം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റേതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ എന്താ പറയുക, മെഡിക്കൽ ക്യാമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ വരാൻ തയ്യാറാണ് ഞാനും. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഡോക്ടറെ വിളിക്കുന്നതായിരിക്കും. തീർച്ചയായും പങ്കെടുക്കും. അത് നമ്മളുടെ വേറൊരു കൺസെപ്റ്റും എന്താണെന്ന് പറയുകയാണെങ്കിൽ ഏജിങ് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ള. എക്സാക്ട്ലി, അതാണ് വേണ്ടത്. അപ്പം എനിക്കിപ്പോൾ 86 വയസ്സായി. ജോലി ചെയ്യാതെ ആയിട്ടിപ്പം 7-8 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് വെറുതെ ഇരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഞാൻ ഡോക്ടറുടെ ഒരു 70s വരെ ഡോക്ടർ ജോലി ചെയ്തു. ഞാൻ 75 കഴിയുന്നവരെ ജോലി ചെയ്തു. പിന്നെ ജോലിയില്ലാതായപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മനപ്രയാസം ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്താ ചെയ്യുക. അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യും. അതിനും എൻ്റെ മകൾ വഴക്കുണ്ടാക്കും. അമ്മ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുന്നു, തെന്നി വീഴും. അവർക്ക് ഭയം ഉണ്ടാവും. അവർക്ക് നല്ല ഭയം ഉണ്ടാവും. വീണ് കിടന്നാൽ അവർക്കും ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടല്ല, ഒരു റെസ്പോൺസിബിലിറ്റി അതാവും. അവൾക്കും എന്തെങ്കിലും ചെയ്യാനൊക്കെ പോണെങ്കിൽ ഇങ്ങനെ അമ്മ കടന്നു പോയാൽ അവൾ പാടുപെടില്ല. പിന്നെ ഞാൻ പ്രായമായതിന് ശേഷമാണ് കുറച്ച് ഓൺലൈനിൽ പഠിക്കാനൊക്കെ തുടങ്ങിയത്. വളരെ നല്ല കാര്യം. എന്തൊക്കെയാ പഠിച്ചത്? പണ്ട് കാലത്ത് ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെയൊന്നും അധികം ശ്രദ്ധയുണ്ടായിരുന്നില്ല. ഞാൻ അതിനെനിക്ക് സമയവും കിട്ടിയിട്ടില്ല. അപ്പം ഇപ്പം ഞാൻ ഭാഗവതം പഠിക്കുന്നു, നാരായണീയം പഠിക്കുന്നു, പിന്നെ അഷ്ടപതി മുഴുവൻ പഠിച്ച് എൻ്റെ അമ്പലത്തിൽ സമർപ്പണം ഞാൻ പാടി. അങ്ങനെയൊക്കെ വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു. കൊച്ചുകുട്ടികളുടെ കൂടെ ഞാൻ പഠിക്കാൻ പോയി. അവർ വന്ന് മുത്തശ്ശി അത് തരൂ, ഇതുവരെ എനിക്ക് ചിരി വരുമായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ മാത്രമേ ചെറിയ കുട്ടികൾ, 8-10 വയസ്സുള്ള പിള്ളേരും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ നല്ല ബ്രഷൊക്കെ പുറത്തുനിന്ന് പിള്ളേർ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അവർക്ക് അതൊന്നും കണ്ടിട്ടില്ല. ഉടനെ അവർ ഓടി വരും, മുത്തശ്ശി ആ ഫാൻ ബ്രഷ് ഒന്ന് തരൂ, ഞങ്ങളൊന്ന് വരച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ? നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരോട് കമ്പനി ആകുമ്പോൾ നമ്മൾ കുറെ കൂടെ ഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഭയങ്കര സന്തോഷം. പക്ഷെ ഇപ്പം ഇത്തിരി നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ അവിടെ ഇപ്പോഴും ആ മാഷ് പഠിപ്പിക്കുന്നുണ്ട് പെയിൻറ്റിങ്. പോകണമെന്നൊക്കെ ആഗ്രഹിക്കും, പക്ഷെ നടക്കാൻ. പെയിൻറ്റ് ചെയ്ത ചിത്രങ്ങളൊക്കെ വീട്ടിലുണ്ടോ? ഉണ്ട്. അന്ന് സാറ്, ഞങ്ങളുടെ മാഷിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, അതിന് ഞാൻ കുറച്ചൊക്കെ കൊണ്ടുവെക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സംസ്കൃതം പഠിച്ചു. സംസ്കൃതം ബേസിക് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ഗവൺമെൻറ്റിൻ്റെ ഏതൊരു കോഴ്സ്. അത് പഠിച്ചു. അതിന് A+ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ഇതുപോലെ കാലടി സർവകലാശാലയുടെ ഒരു ഓൺലൈൻ കോഴ്സിൽ ചേർന്ന് സംസ്കൃതം പഠിച്ചു. ഇതുപോലെ A ഗ്രേഡ് കിട്ടി. ഒരാഗ്രഹം അത് തന്നെ. നമ്മളെന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന, പുതുതായിട്ട് പഠിച്ചുകൊണ്ട്, അത് തന്നെ. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ വയസ്സിനെ നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് 86 വയസ്സായെന്ന് പറഞ്ഞാൽ എനിക്കൊരു മടിയാ, അത്രയൊക്കെ ആയോ സംശയം. ഇല്ല, ഡോക്ടർ എപ്പോഴും വളരെ ആക്റ്റീവായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അല്ലേ? ഉണ്ട്, നിറച്ച് സൗഹൃദങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാളും യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ അവസാനം ശ്രീലങ്കയിൽ പോയത്. പിന്നെ അതുപോലെ വിമൻസ് കോളേജിൻ്റെ
പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ പോകാറുണ്ട്. ഡോക്ടർ ഞങ്ങൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എല്ലാവരും അലംനി എന്ന് പറയുമ്പോൾ ഞങ്ങൾ OSC എന്നാണ് പറയുക. OSCയുടെ മിക്ക പരിപാടിക്കും പോകാറുണ്ട്. ഈ പ്രായത്തിലും യാത്ര ചെയ്ത് പോകാറുണ്ട്. തിരുവനന്തപുരത്താണല്ലോ നടക്കുന്നത് അല്ലേ? പോകാറുണ്ട്. പ്രിൻസസ് ആണ് അതിൻ്റെ ആള്. അപ്പോൾ പ്രിൻസസ് വിളിക്കും, ഇപ്പോൾ പോകും. നമ്മുടെ പ്രിൻസസ് കവടിയാർ പൂയൻ തിരുനാൾ. അവരും വളരെ ആക്റ്റീവായിട്ട് വളരെ ആക്റ്റീവാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതെ, അവർ ഭയങ്കര ആക്റ്റീവാണ്, വളരെ ഹെൽത്തിയുമാണ്. നമുക്കൊക്കെ കാണുമ്പോൾ ഒരുമാതിരി അസൂയ തോന്നുന്നു പോലെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇത് കേട്ടിരിക്കുന്നവർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഏജ് എന്നുള്ള ഒരു നമ്മളുടെ മനസ്സിലുള്ള ഒരു വാർദ്ധക്യം അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിനെ മറികടന്ന് ഇതേപോലെ വളരെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, കഴിയുന്നിടത്തോളം എന്തെങ്കിലും പുതിയത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം തന്നെ നമ്മുടെ മനസ്സ് കൂടുതൽ ആക്റ്റീവായിട്ട് വരും. ഞാൻ ഫോണിൽ വളരെ ഇൻട്രസ്റ്റോടെ ചെയ്യുന്നൊരു സംഭവം സ്ക്രാബിൾ കളിക്കുകയാണ്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. പുതിയ വേർഡുകൾ നമ്മൾ ഒരുപാട് ആലോചിക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ ആക്റ്റീവായി. അത് ഗ്രേറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ അത്രയും പുതിയ വേർഡ്സ് നമ്മളിങ്ങനെ കണ്ടെത്തുകയാണല്ലോ, അതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ ഈ പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡായി, കമ്പ്യൂട്ടറും കടന്ന് ലാപ്ടോപ്പ്, സെൽഫോൺ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ AI കാലമാണെന്ന് പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് അവയർനെസ് ഉണ്ടാവേണ്ടതും ഈ പ്രായമായവരുടെ ഒരു ആവശ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. പലർക്കും ഫോൺ ആരെങ്കിലും മക്കൾ വാങ്ങിച്ചു കൊടുക്കും, എങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടതെന്നറിയില്ല. അത്യാവശ്യ കാര്യമെങ്കിലും അവരെ ഒന്ന് മനസ്സിലാക്കി അവെയറാക്കി കൊടുക്കാനായിട്ട് വേണം. അതിൻ്റെ ഒരു ചിലപ്പോൾ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം. എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാനറിയാം. പക്ഷെ എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സ് തന്നെ പലരും എടി എനിക്കിത് അറിഞ്ഞൂടാ, എന്താ ചെയ്യണമെന്ന് എന്നോട് പറയാറുണ്ട്. ഇപ്പോൾ ബേസിക്കലായിട്ട് വിളിക്കാനും കോൾ അറ്റൻഡ് ചെയ്യാനും വിളിക്കാനും ആയിരിക്കും പലരും ഉപയോഗിക്കുക. അത് തന്നെ, അത്രയേ ഉള്ളൂ. പിന്നെ കുറെ പേരൊക്കെ ഇപ്പോൾ വാട്സപ്പിൽ കുറച്ച് സജീവമാണ്. എന്ന് വെച്ചാൽ സൗഹൃദങ്ങൾ കണ്ടെത്താൻ ഒരുപാട് പേരുമായിട്ട് കോണ്ടാക്ട് വാട്സാപ്പിൽ കൂടെ ഉണ്ട്. അതുകൊണ്ട് അതും പലർക്കും അറിയാം. അതല്ലാതെ വേറെ ഇപ്പം ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ബാങ്കിങ് അങ്ങനെ അതൊക്കെ അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട്. അത്യാവശ്യം ബേസിക് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമാണ്. അത്യാവശ്യം അറിഞ്ഞിരിക്കണം. കാരണം ചിലപ്പോൾ വീടുകളിൽ മറ്റാരും ഇല്ല എങ്കിൽ അത്യാവശ്യം ഒന്ന് എന്തെങ്കിലും ഒരു വാട്ടർ ബില്ല് അടയ്ക്കാനോ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനോ ചെറിയ ബാങ്കിങ് ഇടപാടുകൾ നടത്താനോ ഒക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു വണ്ടി വിളിക്കുക. ഇപ്പം 2 പേരും വീട്ടിലുണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഈ ഊബറൊക്കെ വിളിക്കാനൊക്കെ പഠിക്കണം. അങ്ങനത്തെ ഒരുപാട് സേഫായിട്ട് ട്രാവൽ ഭക്ഷണം കൊണ്ടുതരുന്ന ആൾക്കാരുണ്ട്, അത് പഠിക്കണം. ഒരു ദിവസം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അപ്പോൾ അതിന് ഒരുപാട് പ്രൊവിഷൻ ഉണ്ടല്ലോ നിങ്ങളുടെ ഈ ഫോണിൽ, അതൊക്കെ പഠിച്ചിരിക്കണം. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഫോൺ ഭക്ഷണം ഓർഡർ ചെയ്യാനൊന്നും. ബില്ലൊക്കെ ഞാൻ അടയ്ക്കും, ബില്ലെല്ലാം ഞാൻ അടയ്ക്കും. അതൊക്കെ ബില്ലടയ്ക്കും. ആവശ്യമായ ആൾക്ക് അത്യാവശ്യം പൈസ കൊടുക്കണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് മണി ട്രാൻസ്ഫർ അതൊക്കെ അറിയാം. ഇപ്പം എല്ലാം കൂടുതലും ഈ പറഞ്ഞ പോലെയുള്ള സംവിധാനങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഓൺലൈൻ പേയ്മെന്റ് കഴിയുന്നത് ഇപ്പോൾ പൈസ കയ്യിൽ കൊണ്ട് നടക്കുന്നവർ കുറവാണ്. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ചും മനസ്സിലാക്കിയും കൂടുതലൊരു സൗഹൃദങ്ങളിൽ ഏർപ്പെട്ടും. പണ്ടൊക്കെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. ഇപ്പൊ പെൻഷൻ വാങ്ങാൻ പോകും, പെൻഷൻ വാങ്ങാൻ. അത് തന്നെ, അവിടെ ചെല്ലുമ്പോൾ അവരാ വയസ്സായവർ വളരെ സന്തോഷത്തോടെ. നമുക്കൊരു സിനിമ ഉണ്ടായിരുന്നില്ലേ പണ്ട്, എല്ലാ വാർദ്ധക്യപുരാണ് എന്തോ ഒരു സിനിമ, പെൻഷൻ കിട്ടുന്ന ദിവസം ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കൂടി പോകുന്നത്. കാരണം അപ്പോഴാണ് അവർക്ക് എല്ലാവരും ഒന്ന് കാണാനുള്ള ഒരു അവസരം. അപ്പം അങ്ങനെ ചെയ്തു പോകുന്നവരുണ്ട്. പിന്നെ അതൊക്കെ പണ്ട് വളരെ സജീവമായിരുന്നു. ഇപ്പോഴും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വാട്സപ്പിൽ കൂടെയൊക്കെയാണ് മാത്രമേ. പഴയ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഒത്തുചേരുന്നുണ്ട്. 10ാം ക്ലാസ്സുകാർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, കാണുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ സജീവമായിരിക്കുക, വായിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ വായിക്കാറുണ്ട്. അതുപോലെ പുരാണ കാര്യങ്ങളിലും ഇതുപോലെ സ്പിരിച്വലായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അതിലേർപ്പെടാം. തീർത്ഥയാത്രയ്ക്കൊക്കെ പോകുന്നവർ ധാരാളം പേരുണ്ട്. ഈ പറഞ്ഞ പോലെ അമ്പലങ്ങളിലേക്ക് പോകുന്ന അങ്ങനെ തന്നെ പ്രായമായവർക്കായിട്ടുള്ള ട്രൂപ്പുകളുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ പണ്ട് പല പാഷനും ഉണ്ടായിരുന്നവർ, അതായത് ചിത്രം വരയ്ക്കുക, പാടുക, അതിലൊക്കെ അവർക്ക് ഇപ്പോഴും അത് തുടരാം. വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ അവരുടെ വിശ്രമവേളകളിൽ
പാട്ട് കേൾക്കുകയോ പാടുകയോ അതെ, ഈ ഫോണിൽ കൂടെ നമ്മൾ തന്നെ പാടി അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരല്ലേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ പറ്റും. പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇരുന്ന് പാടുന്നു ഇല്ല, നമ്മളൊരു ചെറിയ സദസ്സിൽ, നമ്മളുടെ സുഹൃത്തുക്കളുടെ മാത്രം സദസ്സിലാണെങ്കിൽ പാടാം, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാടാം. പബ്ലിക്കിൽ പാടുന്നതിനേക്കാൾ. പബ്ലിക്ക് അതുപോലെ ചിത്രം വരയ്ക്കുക, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വളരെ എന്താണ് ഗ്രേസ്ഫുള്ളായിട്ട് ഡിഗ്നിഫൈഡായിട്ട് ആ ഏജിലേക്ക് കടക്കുക എന്നുള്ളത് ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ നമ്മൾ മുൻപ് പറഞ്ഞ പോലെയുള്ള ആ ഐസൊലേഷൻ, അതിനെ തുടർന്നുണ്ടാകുന്ന ഡിപ്രഷൻ, അതൊക്കെ ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. ഈ സുഹൃത് വലയം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഐസൊലേഷനിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. കൂട്ടുകാർ വേണം. പ്രായമായാലും അതെ, ചെറുപ്പകാലത്തെ കൂട്ടുകാർ നമുക്ക് അവരെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ അത് എനിക്ക് തോന്നുന്നു കുടുംബത്തിൽ മറ്റുള്ളവരും മക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനമ്മമാരെ കൂടെ കൊണ്ടുപോകണം. അപ്പോൾ അവർക്കും പഴയ ബന്ധുക്കളെ തന്നെ, അല്ലെങ്കിൽ അവർ നമ്മളെ മാത്രം ഇങ്ങനെ നിൽക്കുന്നു, ആ ഒരു വിഷമം അവർക്ക് എന്തായാലും വരും. അതും പ്രത്യേകിച്ചും ഈ ജോലി ചെയ്ത് പുറത്തൊക്കെ നിറച്ച് പോയിരുന്ന ആൾക്കാരാവുമ്പം ആ ഐസൊലേഷൻ വരും. അതൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഞങ്ങൾ വർമ്മ കെയറിലൂടെ ആഗ്രഹിക്കുന്നതും ലക്ഷ്യമിടുന്നതും ഇതൊക്കെ തന്നെയാണ്. നല്ല കരുതലോടെയും സ്നേഹമോടെയും ഉള്ള പരിചരണം നൽകി വളരെ അങ്ങനെയുള്ള കുട്ടികളെ വളർത്തി കൊണ്ടുവരിക, അങ്ങനെയുള്ള കെയർ ഗിവേഴ്സിനെ വളർത്തിക്കൊണ്ടുവരിക, അവരുടെ പരിചരണം ലഭ്യമാക്കുക. ഈ പറഞ്ഞ പോലെ ഒരു ഡിഗ്നിഫൈഡായുള്ള വാർദ്ധക്യം സമ്മാനിക്കാൻ ശ്രമിക്കുക, ഡിഗ്നിഫൈഡായുള്ളൊരു വാർദ്ധക്യം സമ്മാനിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സംരംഭം വർമ്മ കെയർ എന്നുള്ളത് ഇപ്പോൾ ആ ഒരു ആശയത്തോടെ മുന്നോട്ട് നടന്നു തുടങ്ങുകയാണ്. പിച്ച വെച്ച് തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ആരോഗ്യമുള്ള സമയം എപ്പോഴാണെങ്കിലും എന്തിനും കൂടെ വരാൻ വളരെ സന്തോഷത്തോടെ. അപ്പോൾ ഇത്രയും സമയം ഡോക്ടറുടെ വിലപ്പെട്ട വിവരങ്ങളും അറിവുകളും ഞങ്ങളോടും പ്രേക്ഷകരോടും പങ്കുവച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള സംഭാഷണങ്ങൾ നമുക്കുണ്ടാവണം. തീർച്ചയായിട്ടും ഡോക്ടർ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിൽ, ഡോക്ടറുടെ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിൽ സന്തോഷമേ ഉള്ളൂ, വളരെ സന്തോഷമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതുപോലെയുള്ള സംഭാഷണങ്ങൾ, ഇതുപോലെയുള്ള വർത്തമാനങ്ങളാണ് ഞങ്ങളുടെ വർമ്മ കെയറിൻ്റെ ഒരു മുതൽക്കൂട്ടെന്ന് പറയുന്നത്. ഞങ്ങൾക്കറിയാം വളരെയധികം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത്. വളരെ ഡെഡിക്കേറ്റഡായിട്ടും കമ്മിറ്റഡായിട്ടും ചെയ്യേണ്ട ഒരു സേവനമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്തത്തോടു കൂടിയും അതിന് കമ്മിറ്റഡായിട്ടും ഒരു പ്രതിബദ്ധതയോടെയും മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളെ കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. വീണ്ടും ഇതുപോലെ ഒരു സംഭാഷണവുമായി കണ്ടുമുട്ടുന്നത് വരെ സ്റ്റേ കമ്മിറ്റഡ് ആൻഡ് ഡു കെയർ യുവർ ലവ്ഡ് വൺസ്. താങ്ക് യു സോ മച്ച്.